ഇന്ന് 14 പേരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയതോടെ ഇതുവരെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 43 ആയിരിക്കുകയാണ്. അതിൽ 2 പേർ ആ പെൺകുട്ടിയുടെ സഹപാഠികൾ കൂടിയാണ്. സൂര്യനെല്ലി കേസിൽ പ്രതി ചേർക്കപ്പെട്ടത് 42 പേർ. ഇവിടെ പ്രതികളുടെ എണ്ണം 58. പത്തനംതിട്ട കേസ് പ്രതികളുടെ എണ്ണം കൊണ്ട് പ്രഥമ സ്ഥാനത്താണ്. മുഴുവൻ പ്രതികളെയും തിരിച്ചറിഞ്ഞു. ഒരാൾ വിദേശത്താണ്. ഇയാളെ നാട്ടിലെത്തിക്കുന്നതിനുള്ള ശ്രമം ഉണ്ടാകുമെന്ന് ജില്ലാ പോലീസ് മേധാവി VG വിനോദ് കുമാർ പറഞ്ഞു. ലുക്കൌട്ട് നോട്ടീസ് ഇറക്കുന്നതിനെക്കുറിച്ചും ആലോചനയുള്ളതായാണ് സൂചനകൾ. പെൺകുട്ടി 5 തവണ കൂട്ടബലാത്സംഗത്തിന് ഇരയായി എന്നാണ് കണ്ടെത്തൽ. ശനിയാഴ്ച പിടിയിലായ റാന്നി മന്ദിരപ്പടി സ്വദേശി P ദീപുവിന്റെ ഇടപെടലാണ് 1 വർഷത്തിന് മുൻപുണ്ടായ 2 കൂട്ടബലാത്സംഗങ്ങൾക്ക് വഴിവെച്ചത്. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടു. പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നേരിൽ കണ്ടു. തുടർന്ന് കൂട്ടുകാരായ 2 പേർക്കൊപ്പം കാറിൽ കൂട്ടിക്കൊണ്ടുപോയി. മന്ദിരപ്പടിയിലെ റബ്ബർ തോട്ടത്തിന് സമീപം പാർക്ക് ചെയ്ത ശേഷം വാഹനത്തിൽ വെച്ച് ദുരുപയോഗം ചെയ്തു. ശേഷം ഓട്ടോറിക്ഷയിലെത്തിയ മറ്റ് 2 പേർക്ക് കൈമാറി. അവരും പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും പെൺകുട്ടി ബലാത്കാരത്തിനിരയായി. ഇതിൽ 4 പേരാണ് പ്രതികൾ. 2024 ജനുവരിയിലായിരുന്നു സംഭവം. മറ്റൊരു ദിവസം 2 യുവാക്കൾ പ്രക്കാനം തൊട്ടുപുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അടച്ചിട്ടിരുന്ന കടയ്ക്ക് വെളിയിൽ വാഹനം പാർക്ക് ചെയ്ത ശേഷം പീഡിപ്പിച്ചു. പിന്നീട് വീടിന് സമീപം ഇറക്കി വിട്ടുവെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഇവർ കുട്ടിയെ കാറിൽ കൂട്ടിക്കൊണ്ടുപോയത്. ഇലവുംതിട്ട, പത്തനംതിട്ട, മലയാലപ്പുഴ, പന്തളം സ്റ്റേഷനുകളിലായി ഇതുവരെ 29 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. കൂടുതൽ കേസുകൾ ഇലവുംതിട്ടയിലാണ് 16. പത്തനംതിട്ട സ്റ്റേഷനിൽ 11, പന്തളം, മലയാലപ്പുഴ സ്റ്റേഷനുകളിൽ ഓരോ കേസുകളുമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇലവുംതിട്ടയിൽ ഇന്ന് അറസ്റ്റിലായവരിൽ 2 പേർ പെൺകുട്ടിയുടെ സഹപാഠികളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ 28 പേരെ കോടതി റിമാൻഡ് ചെയ്തു. ഇതിൽ 4 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. പ്രതികളിൽ നവവരനും പ്രതിസുതവരനും മീൻകച്ചവടം ചെയ്യുന്ന സഹോദരങ്ങളുമുണ്ട്. അടുത്തിടെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമയെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചെന്ന കേസിൽ പിടിയിലായവരാണ് ഈ സഹോദരങ്ങൾ. പെൺകുട്ടിക്ക് 13 വയസ്സുള്ളപ്പോഴാണ് കുറ്റകൃത്യങ്ങളുടെ തുടക്കം. ആൺ സുഹൃത്തായിരുന്ന ആൾ സ്വന്തം നഗ്നചിത്രങ്ങൾ പെൺകുട്ടിക്ക് അയച്ചു കൊടുത്തു. മറുപടിയായി പെൺകുട്ടിയും ചില ചിത്രങ്ങൾ പങ്കുവച്ചു. ഇങ്ങനെ അയച്ചു കിട്ടിയ ദൃശ്യങ്ങൾ അയാൾ സുഹൃത്തുക്കൾക്ക് പങ്കുവയ്ക്കുകയാണുണ്ടായത്. 2 വർഷം മുൻപ് ആൺ സുഹൃത്ത് സുബിൻ ഒപ്പം കൂട്ടിക്കൊണ്ടുപോയി. വീടിന് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ വെച്ച് പട്ടാപ്പകൽ ലൈംഗികമായി പീഡിപ്പിച്ചു. ദൃശ്യങ്ങൾ പകർത്തി. ഈ ദൃശ്യങ്ങളും പെൺകുട്ടി ഉപയോഗിച്ചു വന്ന നമ്പരും ഇയാൾ സുഹൃത്തുക്കൾക്ക് കൈമാറി. ദൃശ്യങ്ങൾ കിട്ടിയവരൊക്കെ പെൺകുട്ടിയുമായി സൗഹൃദം നടിച്ചു. പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ അവർക്ക് തന്നെ അയച്ചു കൊടുത്തവരുമുണ്ട്. ഇത്തരത്തിൽ സമ്മർദ്ദത്തിലാക്കിയാണ് പലരും കുട്ടിയെ പിന്നീട് സ്വതാൽപര്യങ്ങൾക്ക് ഉപയോഗിച്ചതെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. ഈ കാലയളവിൽ പെൺകുട്ടിക്ക് സ്വന്തമായി മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല. രാത്രികാലത്ത് പിതാവിന്റെ മൊബൈൽ ഫോൺ പെൺകുട്ടി ഉപയോഗിച്ചിരുന്നു. ഈ നമ്പറിൽ പ്രത്യേക സമയത്ത് വിളിച്ചവരെല്ലാം അന്വേഷണ പരിധിയിൽ വരും. നാല് വർഷത്തിലധികം നീണ്ട കാലയളവ്. പ്രതികൾ ഒറ്റയ്ക്കും കൂട്ടായും ചെയ്ത ലൈംഗിക അതിക്രമങ്ങൾ. അന്വേഷണത്തിന്റെ പ്രാരംഭ ദിശയിൽ തന്നെ പോലീസ് അതിവേഗം മുന്നോട്ട് പോയിരിക്കുന്നു. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.